വി.ഡി. സതീശന് പിന്നാലെ ലാഹോർ മങ്ങോട്ടത്തിനെതിരെ കൈവിട്ട രമേശ് ചെന്നിത്തലയും രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് നേതാക്കളുമായുള്ള ചർച്ചയിൽ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം തിരക്കിട്ട് തീരുമാനമെടുക്കേണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. രജീഷ് നരിക്കുനി നൽകും വിശദാംശങ്ങൾ. രജീഷ്, രാഹുൽ മങ്ങോട്ടത്തിനെതിരെ എം.എൽ.എ. പദവി രാജിവെക്കണമെന്ന നിലപാട് കർശനമാവുകയാണ്. പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട തുറന്ന പ്രതികരണത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഇതാ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തന്നെയല്ലേ കാത്തിരിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരും പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ എം.എൽ.എ. സ്ഥാനവും ഒഴിയണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നിമിഷം പോലും എം.എൽ.എ. സ്ഥാനത്ത് തുടരുക, KPCC രാജി ചോദിച്ചു വാങ്ങണമെന്നാണ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് നേതാക്കൾ. വി.ഡി. സതീശൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ രാജിവെക്കണമെന്നൊരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റു നേതാക്കളും ഏകദേശം അതേ നിലപാട് തന്നെയാണ്. പാലക്കാട് DCCയും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ട ഒരു നിലയിൽ തന്നെയാണ് ഉള്ളത്. നേതാക്കളൊക്കെ തന്നെ ആരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും പിന്തുണയ്ക്കില്ല, ആരും രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കുന്ന നിലപാടെടുക്കില്ല എന്നാണ് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കെ മുരളീധരനും ഇതേ നിലപാട് തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി രാജിവെക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഭൂരിഭാഗം നേതാക്കളും രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി എന്തായിരിക്കും രാഹുലിന്റെ എടുക്കാൻ പോകുന്ന നിലപാട് എന്നത് നിർണായകമാണ്. കാരണം ഇനിയും ഇത്തരത്തിൽ കടിച്ചു തൂങ്ങി എം.എൽ.എ. സ്ഥാനത്ത് തുടരണോ അല്ലെങ്കിൽ രാജിവെച്ച് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും രാഹുലിന്റെ രാജി ഇനി ഉടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ശക്തമായ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. KPCC അഭിപ്രായ സർവേ, നേതാക്കളുടെ അഭിപ്രായ സർവേ ചോദിച്ചിരിക്കുന്നത്. കാരണം ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എന്താണ്, എന്തൊക്കെയാണ് അവരുടെ നിലപാടുകൾ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. അത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ നേരിട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയും ഫോണിലൂടെയും ഒക്കെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും രാഹുലിനെ കൈവിട്ട ഒരു നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിനും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി രാജി എപ്പോൾ ഉണ്ടാകും എന്നാണ് അറിയേണ്ടത്. എന്തായാലും വൈകില്ല എന്ന ഒരു വിവരം ലഭ്യമായിട്ടുണ്ട്. വൈകാതെ തന്നെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചേക്കുമെന്ന ആണ് നേതാക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച KPCC എത്ര നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സണ്ണി ജോസഫും മറ്റു നേതാക്കളുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ വീട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാനോ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകാനോ ഒന്നും കഴിഞ്ഞ ശേഷം തയ്യാറായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട തവണ മാത്രമാണ് മാധ്യമങ്ങളെ കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി പ്രതികരിക്കാൻ അദ്ദേഹം ഒന്നും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളും KK രമ അടക്കമുള്ള UDF മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പിന്തുണയ്ക്കാത്ത നിലപാടാണ്. ഇരക്കൊപ്പമാണ് താൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കിയിട്ടുള്ളത്. KK രമ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണം നേരിടുന്നവർ ആ സ്ഥാനത്ത് മാറി നിൽക്കട്ടെ എന്ന നിലപാടാണ് KK രമ അടക്കം ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത്. കെ മുരളീധരൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അക്കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനം ഒഴിയല്ലാതെ മറ്റു പോംവഴികളില്ല എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നേതാക്കളുടെ അഭിപ്രായം KPCC പ്രസിഡന്റ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും KPCCയുടെ അന്തിമ നിലപാട് അറിയിക്കുക. ഒരുപക്ഷെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ KPCC തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ചോദിച്ചു വാങ്ങാനായിരിക്കും നിർദ്ദേശം ഉണ്ടാകുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കടുത്ത നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ. വി.ഡി. സതീശൻ നേരത്തെ തന്നെ രാജിവെക്കണം നിലപാട് ആവർത്തിച്ചിരുന്നു. അതേ നിലപാടിലേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും എത്തിയിരിക്കുകയാണ്. അത് ഗ്രൂപ്പിന്റെ മാത്രമല്ല വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലാണുള്ളത്. ആ സമയത്താണ് സണ്ണി ജോസഫിനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം ധരിപ്പിച്ചത്. എന്തായാലും രാഹുലിന്റെ പുറത്തു വന്ന ശബ്ദരേഖ അത് ഗൗരവമാണ്, കൂടുതൽ കരുതൽ പാലിക്കണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് DCC വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേതാക്കളുടെ നിലപാട് തേടിയിരിക്കുകയാണ് നേതൃത്വം. ഇനി രാഹുലിന്റെ ഭാവി അല്ലെങ്കിൽ എം.എൽ.എ. സ്ഥാനത്ത് രാഹുൽ തുടരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ്. നേതാക്കളൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി എന്തായിരിക്കും അടുത്ത രാഹുലിന്റെ നിലപാട് എന്നതും നിർണായകമാണ്. ശരി, രജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തലസ്ഥാനത്തെ
വലിയ രാഷ്ട്രീയ പോര് തന്നെ ഉടലെടുക്കുന്നത് തന്നെയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം അത് അലയടിക്കുന്നതാണ് മനസ്സിലാകുന്നത്. വി.ഡി. സതീശന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയും. രാഹുൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്നാണ് നേതാക്കളുമായുള്ള ചർച്ചയിൽ രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. അതേസമയം തിരക്കിട്ട് തീരുമാനമെടുക്കുന്നതാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗം. എന്തായാലും രാഹുലിന്റെ എം.എൽ.എ സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.